ഹായ് കൂട്ടുകാരെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇക്കായി 1 ഒന്നാമത്തെ ലെസനാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. ഒരു ലഘുകഥയാണ് ചെറുകഥ. പിന്നെ ഗിട്കി, ഇതിൻ്റെ ലേഖകൻ അജു ഗർബന്ദയാണ്. അജു ഗർബന്ദ എന്ന ലേഖിക എഴുതിയിട്ടുള്ളതാണ് ഗിട്കി ചാനൽ. അപ്പോൾ ഇനി ഇത് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോണു. ഇതിൽ നമ്മുടെ ട്രെയിനിൽ ഇരിക്കുന്ന ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ട്രെയിനിൽ എല്ലാവരും ട്രെയിനിലിരിക്കുകയാണ്. കണ്ടോ, ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. പതി അവിടെ നീക്കണോ, ഭർത്താവ് പതി. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ഹോഷിയാർപൂർ से शादी का बुलाया आया था. ഹോഷിയാർപൂരിൽ നിന്നും ഷാദി കാ ബുലാവ ആയാത, ഒരു ഷാദി വിവാഹ ക്ഷണക്കത്ത് വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ, ട്രെയിനിൽ പോകാനാണ് അവർ തീരുമാനിച്ചത്. എവിടേക്ക്? ഹോഷിയാർപൂരിലേക്ക്. എന്തിനു വേണ്ടി? വിവാഹത്തിന് വേണ്ടി പോവാനായിട്ട് ട്രെയിനിൽ പോവാനാണ് അവർ തീരുമാനിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. അവിടെ സർദി എന്ന് വെച്ചാൽ എന്തിട്ടാണ്? തണവ്. നമ്മുടെ തണുപ്പ് കാലമായിരുന്നു. അപ്പോൾ ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി, മെല്ലെ മെല്ലെ തണവ് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇസ്ലിയെ സോച്ച चलो इस बार ऐसी के बजाय जनरल कोच से सफ़र का ആനന്ദ് ലിയ ജായേ. അതായത് ഇതുകൊണ്ട് ചിന്തിച്ചു, ഈ തവണ AC കമ്പാർട്ട്മെൻറ്റിന് പകരമായിട്ട്, ബജായ എന്ന് വെച്ചാൽ പകരമായിട്ട്, ജനറൽ കോച്ച് സെ സഫർ ക ആനന്ദ് ലിയ ജായേ. ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത ആനന്ദം ഉണ്ടാവുമെന്ന്. അങ്ങനെ പഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാശ് ഹുയേ. ആദ്യം ബീവിയും ഭാര്യയും കുട്ടികളും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ കുറച്ച് നാരാശ് ഹുയേ, ദേഷ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫിർ ദോടി ന നുകൂർ കെ ബാദ്, കുറച്ച് സംഭാഷണത്തിന് ശേഷം മാൻ ഗയെ, അംഗീകരിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ, ദില്ലിയിൽ നിന്ന്